ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അല്ല, ഈ മമ്മൂട്ടിക്ക് ഈ കഞ്ചാവ് വലിച്ചവന്റെ അല്ലെങ്കിൽ ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടവന്റെ ഒപ്പം ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ നാണക്കേടും തോന്നില്ല? സുഹൃത്തുക്കളെ, ഇമ്മാതിരിയുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാനല്ല, സോഷ്യൽ മീഡിയ ആണ്. കഴിഞ്ഞ ദിവസമാണ് ഖാലിദ് റഹ്മാന്റെ ഒപ്പം ഒരു പുത്തൻ സിനിമ നമ്മുടെ മമ്മൂക്ക അനൗൺസ് ചെയ്തത്. സിനിമ ഏതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. മട്ടാഞ്ചേരി മാഫിയ എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. ഏറെക്കാലമായിട്ട് മമ്മൂട്ടി മട്ടാഞ്ചേരി മാഫിയയുടെ തലവനാണ് നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു ഇല്ലാത്ത എന്നാൽ ഉണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു മാഫിയ മട്ടാഞ്ചേരിയിൽ ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും ആ മാഫിയയുടെ തലപ്പത്താണ് മമ്മൂക്ക ഉള്ളതെന്നും പറയുന്നു. എന്നാലും ഈ പറച്ചിൽ ഇനി അങ്ങോട്ട് ശരിയാക്കി കളയാം, അങ്ങോട്ട് നേരം പോലെ ഇന്നുണ്ട് നന്റെ വെച്ചോളൂ എന്ന് പറയാം എന്ന രീതിയിൽ ഒരു സിനിമ വരികയാണ്. അതിന്റെ പേരാണ് മട്ടാഞ്ചേരി മാഫിയ. ഈ സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാനാണ്. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖാലിദ് റഹ്മാൻ ഒരിക്കൽ ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, ഈ അടുത്ത കാലത്ത് ഇദ്ദേഹം നമ്മുടെ വയനാട് സന്ദർശിക്കുന്നു. വയനാട് സന്ദർശിക്കുക മാത്രമല്ല, വയനാടില് നമ്മുടെ ഗവൺമെന്റ് അവിടെ ആ ദുരന്തബാധിതർക്ക് വെച്ചു കൊടുത്ത വീടുകളൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് മമ്മൂക്ക പോയത്. അത് പോണ സമയത്ത് ഒപ്പം വയനാട്ടിലത്തെ ജില്ലാ സെക്രട്ടറി, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഒപ്പമുള്ള ആ ഒരു ജില്ലാ സെക്രട്ടറിയോട് മമ്മൂക്ക ചോദിച്ചു അത്രേ, നിങ്ങൾ എന്റെ ഒപ്പം ഇങ്ങനെ നടക്കുന്ന എന്തിനാണ്? നിങ്ങൾ എന്റെ ഒപ്പം ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ നിങ്ങൾ വിളിച്ചിട്ട് വന്നതാണെന്ന് വിചാരിക്കും, ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കില്ലേ, നിങ്ങളൊന്ന് മാറി നിൽക്ക് എന്ന് മമ്മൂക്ക പറഞ്ഞു. എത്രയെന്നല്ല, മമ്മൂക്ക അത് പറഞ്ഞു. അത് ഇങ്ങനെയായിരുന്നു. കമ്മ്യൂണിറ്റി ഹാൾ വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മെമ്മോറിയല്. സഖാവ് ഈ ഒരു വർത്തമാനം മമ്മൂട്ടായി എന്ന് കേട്ട് വളരെ ചിരിച്ചു മാന്യമായിട്ട് ശരിയായിക്കോട്ടെ, താങ്കൾ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന രീതിയിൽ ആ സഖാവ് അവിടുന്ന് മാറിയുന്നു. ഇതോടുകൂടിയിട്ട് സോഷ്യൽ മീഡിയയില് അതിഭീകരമായ രീതിയിൽ മമ്മൂട്ടിക്കെതിരെയുള്ള ആരോപണങ്ങള്, മമ്മൂട്ടിയുടെ പ്രശ്നങ്ങൾ മുഴുവനും മമ്മൂട്ടിയെ ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിഗംഭീരമായിട്ടുള്ള അതിഭീകരമായ രീതിയിൽ ആക്രമണം. അവസാനം ചരിത്രത്തിൽ ആദ്യമായിട്ട് പിണറായി വിജയൻ, ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രി, ഒരു നടനോട് മാപ്പ് പറയുന്ന അവസ്ഥ വരെ ഈ സംഗതി എത്തിച്ചു എന്നുള്ളതാണ്. സംഗതി അതൊന്നുമല്ല. ഇങ്ങനെ ഒരു സഖാവിനോടൊപ്പം നിൽക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനൊപ്പമാണ് വന്നു എന്ന് ജനങ്ങൾക്ക് തോന്നുമെന്ന് പറഞ്ഞ മമ്മൂട്ടിക്ക് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട ഒരു നടനോടൊപ്പം നിൽക്കുമ്പോൾ ഞാൻ കഞ്ചാവിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് തോന്നില്ലേ? അങ്ങനെ ഒരു തോന്നൽ എന്താണ് മമ്മൂക്കിക്ക് ഉണ്ടാവാത്തതെന്ന് ഹരീഷ് പേരടി എന്ന് പറയുന്ന ഒരു നടൻ ചോദിച്ചിരിക്കുന്നു. അദ്ദേഹം ചോദിച്ച വാക്കുകൾ കൃത്യമായിട്ട് ഞാൻ വായിക്കാം. ഇങ്ങനെയാണ്: ഒരു പൊതുപ്രവർത്തകൻ കുറച്ചു നേരം കൂടെ നിന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് നാട്ടുകാർ കരുതില്ലേ എന്ന് തോന്നിയ മമ്മൂക്കിക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ ഒരു സംവിധായകനുമായി വീണ്ടും സഹകരിക്കാൻ തയ്യാറാകുമ്പോൾ മുമ്പ് ഉണ്ടാന്ന് പറഞ്ഞ സിനിമയിൽ സഹചരിത്തും ഞാൻ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ കരുതില്ലേ എന്ന് തോന്നാത്തത് എന്തുകൊണ്ട്? ഹരീഷ് പേരടി ചോദിക്കുന്നു. ഇത് ഗംഭീരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഈ ഒരു പോസ്റ്റ് എടുത്തിട്ട് ഷെയർ ചെയ്തുകൊണ്ട് മമ്മൂക്കി ആക്രമിക്കാൻ വേണ്ടി തയ്യാറാകുന്നു എന്നതാണ്. ഇതിന് കാരണം ആ ഒരു സഖാവിനെ അന്ന് അപമാനിക്കും വിധം സംസാരിച്ചു എന്നുള്ളതാണ്. ഇനി എന്താണ് നമ്മുടെ ഇയാളുടെ കേസ്? ആരുടെ കേസ്? ഖാലിദ് റഹ്മാന്റെ കേസ് ഒന്ന് നോക്കൂ. ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സംവിധായകർ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും സസ്പെൻഡ് ചെയ്ത് ഫെഫ്ക. കേസിന്റെ അന്വേഷണ പുരോഗതി അറിഞ്ഞ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും സംഘടന വ്യക്തമാക്കി. കേസ് ഗൗരവമായി കാണുന്നുവെന്നും നടപടി സ്വീകരിക്കുന്നതിൽ വലിപ്പച്ചെറുപ്പമില്ല എന്നുമാണ് ഫെഫ്ക നിലപാട്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും ഫെഫ്ക അറിയിച്ചിട്ടുണ്ട്. കേസിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറിനെയും എക്സൈസ് ചോദ്യം ചെയ്യും. ഫ്ളാറ്റിൽ നിരന്തരം ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നാണ് നിഗമനം. ഇന്ന് പുലർച്ചെയാണ് ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, ഇവരുടെ സുഹൃത്ത് ഷാരിഫ് മുഹമ്മദ് എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത്. സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ കസ്റ്റഡി. ഈ 1.6 ഗ്രാം കഞ്ചാവൊക്കെ എൻ്റെ ഒരു അറിവില് അതൊക്കെ ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട് അവർക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി വെക്കുന്ന, വിൽപ്പനയ്ക്ക് അല്ലാതെയുള്ള ഒരു കഞ്ചാവാണ്. അത്രയും ഒരു തൂക്കുന്നത് 6 ഗ്രാം കഞ്ചാവ് വരെ എങ്ങാണ്ട് കൈവശം വെക്കാമെന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. കൈവശം വെക്കാമെന്നല്ല, അവരവരുടെ ഉപയോഗത്തിന് കൈവശം വെക്കാൻ പറ്റുമെന്ന് അങ്ങനെ എന്തൊക്കെ ഒരു സംഗതികളൊക്കെ ഉണ്ട്. എനിക്ക് വലിയ കൃത്യമായിട്ട് അറിവില്ല. അറിവുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനിടയിൽ കമന്റ് അടിക്കണം.
എന്തായാലും ഇതാണ് ഇപ്പൊ മമ്മൂട്ടിക്ക് നേരെയുള്ള അതിഭീകരമായ ആക്രമണം. മമ്മൂട്ടിയെ ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഈ ഒരു കഞ്ചാവ് കേസിൽപ്പെട്ട ഈ ഒരു സംവിധായകനോടൊപ്പം വീണ്ടും സഹകരിക്കും മമ്മൂട്ടിയെ ആക്രമിക്കുന്ന ഈ സമയത്ത് മോഹൻലാലിനെയും ആക്രമിക്കണ്ടേ, മോഹൻലാലിനെ കൂടി ഇങ്ങനെ സോഷ്യൽ മീഡിയ ലിഞ്ചിങ്ങിന് വിധേയമാക്കണ്ടേ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഡൗട്ട്. എന്തുകൊണ്ടാ? നോക്കൂ, ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: ലഹരി മരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഖാലിദ് റഹ്മാനൊപ്പം സിനിമ ചെയ്യുന്നതിലൂടെ മമ്മൂട്ടി എന്ത് മെസ്സേജാണ് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് ഒരാൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ഇന്ത്യ മുഴുവൻ സെൻസേഷണലായ ഒരു കേസുണ്ട്, ഒരു പീഡന കേസ്, സിനിമാ മേഖലയുടെ ഉള്ളിൽ തന്നെ നടന്ന ഒരു പീഡന കേസ്. അതിന്റെ പ്രതി ആരെന്ന് നിങ്ങൾക്ക് അറിയാലോ, ദിലീപാണ്. പ്രതിയുമായി സിനിമ ചെയ്ത ലാലേട്ടൻ എന്ത് മെസ്സേജാണ് പുതിയ തലമുറയ്ക്ക് കൊടുത്തത്? ബലാത്സംഗം ചെയ്യുന്നത് നല്ലതാണെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ പീഡനം ചെയ്യുന്നത് നല്ലതാണെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ പീഡനം ചെയ്യാം എന്നുള്ള ഒരു മെസ്സേജാണോ ലാലേട്ടൻ നൽകുന്നത്? അപ്പോ ലാലേട്ടൻ അദ്ദേഹത്തിന് ജോലിയല്ലേ ചെയ്യുന്നത്? ഒരു ജോലി ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രശ്നം? അദ്ദേഹത്തൊക്കെ എന്തിനാണ് വെറുതെ ഹെയ്റ്റ് ഓരോന്നൊക്കെ ക്യാമ്പയിനൊക്കെ ഉണ്ടാക്കി വിടുന്നത്? അങ്ങനെ ഒരു ഉത്തരമാണ് ലാലേട്ടന് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ മമ്മൂട്ടിക്ക് അങ്ങനെ കൊടുത്താൽ മതി. മമ്മൂട്ടിയുടെ ജോലിയല്ലേ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ജോലി അഭിനയിക്കുക എന്നുള്ളതാണ്. അതുപോലെ കൊള്ളക്കാരൻ സിനിമ എടുത്തു കഴിഞ്ഞാലും ഏത് കൊള്ളരുതാവൻ സിനിമ എടുത്താലും അവൻ സിനിമ ചെയ്യുന്ന ഒരുത്തരമാണെങ്കിൽ അതവന്റെ പേഴ്സണൽ സാധനം മാത്രമല്ല, കഞ്ചാവ് അടിക്കില്ല എന്നുള്ളത്. അവൻ അതായിട്ട് പോയിക്കോട്ടെ. അവന്റെ ഒപ്പം നല്ല സിനിമ ചെയ്യെങ്കിൽ ഞാൻ സഹകരിക്കുന്ന എന്താ പ്രശ്നം? ഞാൻ എന്റെ ജോലിയല്ലേ ചെയ്യുന്നത് എന്ന് മമ്മൂക്കും ചോദിച്ചുകൂടെ എന്ന് ഒരു മറു ചോദ്യം കൂടി നമ്മൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്. ആത്യന്തികമായിട്ട് ആളുകൾ പേഴ്സണലി നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ വളരെ നല്ലവരായിരിക്കും, വളരെ മോശപ്പെട്ടവരായിരിക്കാം. അത് അവരുടെ പേഴ്സണൽ സംഗതിയാണ്. ഞാനൊക്കെ കരുതുന്നത് ഒരു പേഴ്സൺ മോശമാണോ അല്ലേ എന്നതിനേക്കാൾ അപ്പുറത്ത് അയാൾ സമൂഹത്തിന് എന്താണ് നൽകുന്നത് എന്നുള്ളതാണ്. ഖാലിദ് റഹ്മാന്റെ അവന് കഞ്ചാവ് അടിക്കുമോ ഇല്ലയോ എന്നൊക്കെ ചള്ളു വിഷയമാണ്. ലവന് നല്ല സിനിമ നമുക്ക് നൽകാൻ കഴിയുമോ, നല്ല സിനിമ നമുക്ക് തരാൻ കഴിയുമോ, ഇത് മാത്രമേ ചോദ്യമുള്ളൂ. അവന്റെ പ്രൊഡക്റ്റ്, സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന പ്രൊഡക്റ്റുകൾക്ക് മാത്രമാണ് വില. അവന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടാതിരിക്കുക നല്ലത്. അങ്ങനെ ഇടപെടാൻ നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിലെ എല്ലാ നടന്മാരെയും നമ്മൾ ഇനി എന്ത് ചെയ്യണം? ചോദ്യം ചെയ്യേണ്ടി വരും. എല്ലാ എഴുത്തുകാരെയും ചോദ്യം ചെയ്യണം, എല്ലാ കവികളെയും ചോദ്യം ചെയ്യേണ്ടി വരും. ഒട്ടുമിക്കതും പ്രശ്നമാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും ഇറങ്ങാതിരിക്കാൻ നല്ലത്. സുഹൃത്തുക്കളെ, ബൈ.